കാശിയിൽ പവിത്ര ഗംഗയുടെ തീരത്ത് പിതൃയജ്ഞം കഴിഞ്ഞ് സജ്ജനങ്ങളെല്ലാവരും ഹോട്ടലുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഉത്തർപ്രദേശിലെ കാശിയെ കേന്ദ്രീകരിച്ച് വാരണാസി, ബനാറസ് എന്നൊക്കെ പറയപ്പെടുന്ന കാശി ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു ക്ഷേത്രം. നമ്മുടെ നാട്ടിൽ നിരീശ്വരവാദികൾ, ഹിന്ദു വിരുദ്ധന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ക്ഷേത്രം പട്ടിണി മാറ്റുമോ? ക്ഷേത്രം തീർച്ചയായിട്ടും പട്ടിണി മാറ്റും. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം തൊഴിലുകൾ കൊണ്ട് ആണ് ആളുകൾ ജീവിക്കുന്നത് ഇവിടെ. ഇതൊരു മഹത്തായ യജ്ഞഭൂമിയാണ്. കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ വിശ്വാസികളെ ഇവിടെ ഏകീകരിക്കപ്പെടുന്നു. ഒരു ദിവസം ഇവിടത്തേക്ക് ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുന്നത്. ഗംഗ ആരതി കാണുവാൻ, ഗംഗയുടെ തീരത്ത് പിതൃയജ്ഞം, കാശി വിശ്വനാഥനെ ദർശിക്കുവാൻ വേണ്ടി. പുലയനും പറയനും നായരും നമ്പൂതിരിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയും എല്ലാം അപ്രസക്തമാകുന്ന ഹിന്ദു ഏകതയുടെ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങൾ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണ് എന്ന് പറഞ്ഞത്. ഹിന്ദു ഏകീകരിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഹിന്ദു വിരുദ്ധന്മാരുടെ എല്ലാ കാലത്തെയും മുദ്രാവാക്യമായിരുന്നു അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണ്. ഇതേ കല്ലുകൊണ്ടാണ് ചർച്ചും പള്ളികളും പണിതതെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഹിന്ദുവിനെ എന്നും അവഹേളിച്ചു, നിന്ദിച്ചു. കാരണം ഈ ഏകതയാണ്. ഇന്നും മുജാഹിദുകാരൻ്റെ പള്ളിയിൽ ജമാഅത്തുകാരൻ പോവില്ല, ജമാഅത്തുകാരൻ്റെ പള്ളിയിൽ സുന്നി പോവില്ല, സുന്നിയുടെ പള്ളിയിൽ ഷിയ പോയാൽ കൊലപാതകം നടക്കും. മലങ്കരക്കാരൻ്റെ പള്ളിയിലേക്ക് ഓർത്തഡോക്സുകാരൻ പോവില്ല, സുറിയാനിയുടെ പള്ളിയിലേക്ക് കത്തോലിക്കൻ പോവില്ല. തമ്മിലടിച്ച് പള്ളികൾ പൂട്ടിക്കിടക്കുന്നു കേരളത്തിൽ ധാരാളം. അവിടെയാണ് പുലയനും പറയനും നായർക്കും നമ്പൂതിരിക്കും കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും BJPക്കാരനും ഒരു കാശി, ഒരു അയോധ്യ, ഒരു അക്ഷർധാം. നമ്മുടെ നാട്ടിലെ സഖാക്കൾ പറയാറുണ്ട്, ഉത്തരഭാരതത്തിലെ ക്ഷേത്രത്തിലൊന്നും അവർണ്ണന് കയറാൻ പറ്റില്ല എന്ന്. അവന് കേരളത്തിനപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടുള്ള വിഡ്ഢിത്തമാണ് പറയുന്നത്. ഞങ്ങൾ അയോധ്യ, കാശി, മധുര, അക്ഷർധാം, സോമനാഥം, അങ്ങനെ ഭാരതത്തിലെ ഒരുവിധം ക്ഷേത്രങ്ങളെല്ലാം പോയിട്ടുണ്ട്. 22 സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഞങ്ങളോട് എവിടുന്നും ജാതി ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ ജാതിക്കാരുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരാ, നീ ഓർക്കുക, അബദ്ധങ്ങൾ പറഞ്ഞ് പരത്തരുത്. ഭാരതത്തെ അറിഞ്ഞ് സംസാരിക്കുക, ഭാരതത്തിലേക്ക് വരിക, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ജാതി ചോദിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക, അതിനുശേഷം വിമർശിക്കുക. അമ്പലം പട്ടിണി മാറ്റുമോ എന്ന് ചോദിക്കാതിരിക്കുക. പട്ടിണി മാറ്റും. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു. റിക്ഷാവണ്ടിക്കാർ, ഉന്തുവണ്ടി കച്ചവടക്കാർ, എന്തെല്ലാം തൊഴിൽ ചെയ്ത ആളുകൾ ജീവിക്കുന്നു എന്ന് നോക്കുക. ഈ നാടിനെ ഏകീകരിക്കുന്ന മഹാക്ഷേത്രങ്ങളെ തകർക്കുവാനുള്ള ഗൂഢപദ്ധതികളെ ഉപേക്ഷിക്കുക. സനാതനം തീർത്ഥാടനത്തിൻ്റെ 9ാമത് ബാച്ചാണ് കാശി ദർശനത്തിന് വന്നത്. നമസ്കാരം.